എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സീരീസിൽ കാണിക്കുന്നത് മധുരപ്പച്ചടിയാണ്. പൈനാപ്പിൾ വെച്ചുണ്ടാക്കുന്ന മധുരപ്പച്ചടി. പൈനാപ്പിൾ പച്ചടിക്കും മധുരപ്പച്ചടിക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മധുരപ്പച്ചടിക്കകത്ത് നേന്ത്രപ്പഴവും മുന്തിരിയും കൂടെ ആഡ് ചെയ്യും. പൈനാപ്പിൾ പച്ചടിക്കകത്ത് നമ്മൾ പൈനാപ്പിൾ മാത്രമാണ് ആഡ് ചെയ്യാറുള്ളത്. മധുരപ്പച്ചടിക്കകത്ത് ചെറുതായിട്ട് മധുരവും കൂടുതലായിരിക്കും. സാധാരണ നമ്മുടെ സദ്യകളിൽ ഒന്നില്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി, അല്ലാന്നുണ്ടെങ്കിൽ മധുരപ്പച്ചടിയാണ് വിളമ്പാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മധുരപ്പച്ചടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ മുഴുവനും ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മൂക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്കത് ചൊറിയും, പിന്നെ കറിയിലിടുമ്പോഴും അത്ര ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മൂക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും ഒരു 1/4 കപ്പ് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. മുന്തിരി ഇത്രയും ഞാൻ ഇടുന്നില്ല കേട്ടോ, ഞാനൊരു 10-12 എണ്ണേ ഇടുന്നുള്ളൂ. കുറച്ച് കുരുവില്ലാത്ത മുന്തിരിയും പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങ നമുക്ക് അരച്ചെടുക്കാനാണ്. നമുക്കിതിലേക്ക് ഞാൻ 1 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്ക് കട്ടയെല്ലാം ഉടച്ച് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വിപ്പ് ചെയ്യുമോ, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളെടുത്ത് വെച്ച തേങ്ങ 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്താൽ, ചതച്ചിട്ട് അങ്ങനെ തന്നെ കറിയിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കടുകിൻ്റെ അളവ് കൂടരുത്, അളവ് കൂടി കഴിഞ്ഞാൽ കറി കഴിക്കും. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് വെന്ത് കിട്ടിക്കോളും. പൈനാപ്പിളിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ എല്ലാ വെള്ളം കൂടി ആകുമ്പോൾ നമുക്കിത് വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ കുറച്ച് നേരം എടുക്കും നമുക്കിത് വേവാനായിട്ട്. ഒരു 15-20 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ മൂടി വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇടയിലൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പഴം ആഡ് ചെയ്യണം. നേന്ത്രപ്പഴം എന്ന് പറയില്ലേ, ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം, അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാനൊരു പഴത്തിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏത്തപ്പഴം കാണിക്കാൻ മറന്നുപോയതാണ്. അത് ഞാൻ വളരെ കുറവാണ് ഇടുന്നത്. ശരിക്കും പൈനാപ്പിളിൻ്റെക്കാളും കുറവായിരിക്കണം ഇടുന്ന പഴം, അതിനേക്കാളും കുറവായിരിക്കണം മുന്തിരി, അങ്ങനെയാണ് കേട്ടോ കണക്ക്. പക്ഷേ എനിക്ക് പഴം ഇടുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ അധികം ആഡ് ചെയ്തോളൂ കേട്ടോ. നമ്മളത് പിന്നെയും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. പഴം പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പച്ചമുളകും കടുകും ജീരകമൊക്കെ ഇട്ട് അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ കറി. നമുക്കിത് കുറച്ച് നേരം ഒന്നിട്ട് തിളപ്പിച്ചെടുക്കാം. മുന്തിരി അവസാനം ആഡ് ചെയ്താൽ മതി. മുന്തിരി നേരത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരി ഉടഞ്ഞു പോവും. അങ്ങനെ നമുക്ക് കിടക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജാഗറി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്.
പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിലും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജാഗറി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എരിവും ഉപ്പും മധുരമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തൈര് ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് വിപ്പ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കറക്ക് കറക്കിയാൽ മതി, കട്ട ഉടയണം അത്രയേ ഉള്ളൂ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്താൽ കൂടുതൽ നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം അധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കറി ഒത്തിരി ഗ്രേവി ആയി പോകും. അങ്ങനെ പച്ചടിക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 ഗ്രേപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനങ്ങനെ അളവൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടപ്രകാരം ആഡ് ചെയ്യുക. കുരുവില്ലാത്ത മുന്തിരിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അവസാനം ആഡ് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോവില്ല. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നീക്കി വെക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം നമുക്ക് ഫ്ലെയിം ഓണിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 പിഞ്ച് ഉലുവിട്ട് കൊടുക്കാം. 2 പിഞ്ച് മതി. ഇനി അതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിയും. ഇനി നമുക്കിത് അങ്ങനെ തന്നെ കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മധുരപ്പച്ചടി ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ രുചിക്കൂട്ടിലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.